ശാസ്ത്രദീപ്തി. ഫുഡ് ബാങ്ക് ഭക്ഷണം നിക്ഷേപമായി സ്വീകരിക്കുന്ന ഏതെങ്കിലും ബാങ്കിനെ ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു ബാങ്കുണ്ട്. അതാണ് UAE ഫുഡ് ബാങ്ക്. അന്നം പാഴാകാതെ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന സർക്കാർ സംവിധാനം. വിശക്കുന്നവൻ്റെ മുമ്പിൽ ഏറ്റവും മൂല്യമുള്ള വസ്തു ഭക്ഷണമാണ്. ഭക്ഷണം നിക്ഷേപിക്കാൻ ഫ്രിഡ്ജുകൾ, സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ, ഭക്ഷണശാലകൾ, സന്നദ്ധ കൂട്ടായ്മകൾ, പ്രവർത്തകർ, സ്പോൺസർമാർ എന്നിവരെയെല്ലാം കൂട്ടിച്ചേർത്താണ് ദുബായ് നഗരസഭ ഭക്ഷ്യബാങ്ക് നടത്തുന്നത്. ഹോട്ടലുകളിലും ഭക്ഷണ സ്ഥാപനങ്ങളിലും പൊതുപരിപാടികൾ നടത്തുന്നിടത്തും ബാക്കി വരുന്ന ഭക്ഷണം സന്നദ്ധ പ്രവർത്തകർ വഴി ശേഖരിച്ചാണ് വിതരണം നടത്തുക. പഴം, പച്ചക്കറി, പാകം ചെയ്ത ഭക്ഷണം, അരി, ഗോതമ്പ്, അരിപ്പൊടി, ഗോതമ്പ് പൊടി, പാസ്ത, മാംസം, പാൽ, ചീസ് ഉൽപ്പന്നങ്ങൾ, പലചരക്ക് വസ്തുക്കൾ, ചോക്ലേറ്റ്, കുടിവെള്ളം എന്നിവയാണ് പ്രധാനമായും വിതരണം ചെയ്യുന്നത്. നിർധനർക്ക് പുറമെ അശരണർക്കും അവശത അനുഭവിക്കുന്നവർക്കും യുദ്ധം മൂലം ദുരിതമനുഭവിക്കുന്നവർക്കും പ്രകൃതി ദുരന്തങ്ങൾ നാശം വിതച്ച പ്രദേശങ്ങളിലുള്ളവർക്കും ഈ ഫുഡ് ബാങ്ക് വഴി സഹായം നൽകുന്നുണ്ട്. ഭക്ഷണം പാഴാക്കുന്നത് തടയാനുള്ള ബോധവൽക്കരണ പരിപാടികളും ഇവർ ഏറ്റെടുക്കുന്നുണ്ട്. ഭക്ഷണം ശേഖരിക്കൽ, പാക്കിംഗ്, കേടാകാതെ സൂക്ഷിക്കൽ തുടങ്ങി ഓരോ ഘട്ടങ്ങളിലും പാലിക്കേണ്ട സൂക്ഷ്മതയെക്കുറിച്ച് വോളണ്ടിയർമാർക്ക് പ്രത്യേക പരിശീലനം ഇവർ നൽകുന്നുണ്ട്. ആരോഗ്യ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് അധികൃതരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായാണ് വിതരണം. ഇത്തരം പ്രവർത്തനം വഴി ഈ ഫുഡ് ബാങ്കിന് ആയിരക്കണക്കിന് ടൺ ഭക്ഷണം പാഴാകുന്നത് തടയാനായി. ഇവരുടെ പ്രവർത്തനം ഭക്ഷണ മാലിന്യം കുറയ്ക്കാനും പരിസ്ഥിതിയാഘാതവും കാർബൺ മലിനീകരണം ലഘൂകരിക്കാനും ഒത്തിരി സഹായകമാവുന്നുണ്ട്. ഭാവിയിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കളെ റീസൈക്ലിങ്ങിന് വിധേയമാക്കി വളമാക്കി മാറ്റാനുള്ള പദ്ധതിയും ഇവർ ലക്ഷ്യമിടുന്നുണ്ട്. വിശപ്പടങ്ങുന്നവൻ്റെ പ്രാർത്ഥനയും സന്തോഷവുമാണ് ഈ ബാങ്കിലെ നിക്ഷേപകർക്ക് പലിശയായി കിട്ടുന്നത്. മാലിന്യം കുറയ്ക്കുന്നതിനൊപ്പം കഴിയുന്നത്ര ആളുകൾക്ക് ഭക്ഷണ ലഭ്യത ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ബാങ്കിൻ്റെ ലക്ഷ്യം. ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.